നാട്ടിലൊരു സുഖം കിട്ടാൻ എവിടെ പോയിട്ടും കാര്യമില്ല അല്ലേ? അതെ, നമ്മളെ നാട്ടിലെ കാഴ്ചകളാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്. നമ്മളാരും നമ്മുടെ നാടിൻ്റെ ഭംഗി മറ്റുള്ളവരിലേക്ക് എത്തിക്കൂല. എന്നിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി ടൂർ പോയി അവിടുത്തെ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. കുറേ സ്ഥലങ്ങളിൽ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടുത്തെ അത്ര ഭംഗി, നമ്മുടെ നാടിൻ്റെ ഭംഗി മറ്റു സ്ഥിരമായിട്ട് കാണാത്തതാകുമ്പോൾ നമ്മൾ അതിന് ഭയങ്കര പുകയത്തും. പക്ഷെ അതൊന്നും കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ നാടാണ് മനോഹരമാണ്. അപ്പം നമുക്ക് നമ്മളെ നാട്ടിലെ ആ രണ്ട് കാഴ്ചകളിലേക്ക് പോവാം. സുമതി വളവും പിന്നെ അതിമനോഹരമായിട്ടുള്ള ബീച്ചും കാണാൻ പോവാം. അപ്പോൾ നമുക്ക് പോവല്ലേ? ഓക്കെ, കമാൺ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഞങ്ങൾ പേരിട്ട് വിളിച്ച സുമതി വളവിലേക്കാണ് യാത്ര. സുമതി വളവിൻ്റെ കാഴ്ചകൾ കാണാം. ഈ വളവിന് ഞങ്ങൾ ഇട്ട പേരാണ് സുമതി വളവ് എന്നുള്ളത്. ചുറ്റുപാടും കാടാണ്. അത് മാത്രമല്ല നല്ല താഴ്ചയുള്ള കോറികളൊക്കെ ഈ ചുറ്റുപാടുമുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ. സുമതി വളവിലാണിത് നമ്മളിപ്പോൾ യാത്ര. ഈ വളവിന് ഞങ്ങൾ 3 പേരിട്ട പേരാണ് സുമതി വളവ് എന്നുള്ളത്. അല്ലാതെ നാട്ടുകാർ ഈ വളവിന് സുമതി വളവ് എന്ന് പേര് വിളിക്കാറില്ല. ചുറ്റുപാടും കാടുകളും അതേപോലെ തന്നെ അഗാധമായ താഴ്ചയുള്ള കോറികളുമുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ യാത്ര ചെയ്യുന്നവർ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡ്രൈവിങ്ങിലെ അശ്രദ്ധ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. ഇവിടെ പ്രേതമോ പിശാചോ ഒന്നുമില്ല. ഒരുപാട് ആളുകൾ വസിക്കുന്നൊരിടം, അതേപോലെ തന്നെ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലം. ഞങ്ങൾ വെറുതെ പേരിട്ട് വിളിച്ചതാണ് സുമതി വളവ് എന്നുള്ളത്. അതിമനോഹരമായിട്ടുള്ള ഒരു യാത്ര ഇതിലൂടെ നടത്താം. ഇതാണ് ആ മനോഹരമായിട്ടുള്ള ആ വ്യൂസ് കേട്ടോ. ഒരുപാട് നല്ല കാഴ്ചകൾ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ചകളിലേക്ക് കടക്കാം. ഇതാണ് സായാഹ്നങ്ങൾ മനോഹരമാക്കാൻ പറ്റാവുന്ന അതിമനോഹരമായിട്ടുള്ളൊരു
ഈ ഒരു ഭാഗത്ത് ഒരുപാട് കോറികളുണ്ട്. ആ ഭാഗത്ത് കാണുന്ന എല്ലാം കോറികളാണ്. ഇത് നമ്മുടെ നാട്ടിലെ കുറച്ച് കാലം മുമ്പേ ഒരുപാട് നൂറുകണക്കിന് ആളുകൾ ഡെയിലി ജോലി ചെയ്തിരുന്നൊരു സ്ഥലമാണ്. കരിങ്കല്ല് പൊട്ടിക്കലും ലോറിയും അതുപോലെ ലോഡ് കയറ്റി വിടലും എല്ലാമായിട്ട് ഒരുപാട് ആളുകളുടെ ജീവിതമാർഗം ആയിരുന്നു ഇത്. ഇപ്പോൾ ആർക്കോ വേണ്ടി നിൽക്കുന്നത് പോലെയാണ്. ഒന്നുമില്ല. മനോഹര കാഴ്ച തന്നെയാണ് അതല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇതുപോലെ വൈകുന്നേര സമയത്തൊക്കെ വന്നിരുന്നാൽ നല്ലൊരു മനസ്സിനൊരു സമാധാനം കിട്ടുന്നൊരു ഏരിയ ആയിട്ട് മാറിയിരിക്കുന്നു. ഒരുപാട് ആളുകൾ വൈകുന്നേരം കാലത്ത് വന്നിരിക്കാറുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഈ ഒരു വ്യൂ കാണുമ്പോൾ മനസ്സിനൊരു കുളിർമ കിട്ടുന്നുണ്ടാവും. ആ ഒരു കാണുന്ന ഭാഗം പൊന്നാനിയാണ് കേട്ടോ അല്ലേ? പൊന്നാനിൻ്റെ ലൈറ്റ് ഹൗസ് അങ്ങനെ ശ്രദ്ധിച്ച കാണാം. അപ്പോൾ സായാഹ്നങ്ങളൊക്കെ ചിലവഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സ്പോട്ടിലേക്ക് വരാം അല്ലേ? ടിക്കറ്റ് ഒന്നുമില്ല. അപ്പോൾ സ്പോട്ട് ഒന്ന് പറഞ്ഞു കൊടുത്താ കുറച്ച് കഴിഞ്ഞാൽ ടിക്കറ്റൊക്കെ ആകുമ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ ഒന്ന് വന്നിട്ട് ഇതിൻ്റെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദവനാട് മർക്കസിൻ്റെ അടുത്തായിട്ട് വരും. അതുപോലെ സ്പിന്നിങ് മില്ലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വ്യൂസ് നിലനിൽക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ സഹായം ആഘോഷിക്കാൻ എല്ലാവരും വന്ന് ഫാമിലിയുമായിട്ട് വരാം. ഇങ്ങനെ വരാം. ഇവിടെ അങ്ങനെ ഉള്ള വല്ല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ചുറ്റുപാട്ടും വീടുകളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ 2 വ്യൂസ്. ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവർ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.